മത്സ്യബന്ധനത്തിനിടെ അപകടത്തിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തിരച്ചിൽ 14-ാം നാൾ. വലിയ വിമർശനങ്ങൾക്കൊടുവിലാണ് നേവിയുടെ അടക്കം സഹായം സർക്കാർ തേടിയത്. രാമേശ്വരം തീരത്താണ് വിഴിഞ്ഞത്ത് നിന്ന് കാണാതായ ജോണിനായുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നത്. മുങ്ങൽ വിദഗ്ധരുടെ നേതൃത്വത്തിലാണ് മുതലപ്പുഴയിൽ തിരച്ചിൽ. അതേസമയം മത്സ്യത്തൊഴിലാളികൾക്കും സ്വന്തം നിലയ്ക്ക് തിരച്ചിൽ നടത്തുന്നുണ്ട്. രക്ഷാപ്രവർത്തനത്തിലടക്കം സർക്കാർ ആദ്യഘട്ടത്തിൽ വീഴ്ച വരുത്തിയതാണ് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ ഇന്നും ഉറ്റവർക്കായി കാത്തിരിക്കേണ്ട സാഹചര്യമൊരുക്കിയത്. നിർണായകമായ ആദ്യ മണിക്കൂറുകളിലും ആദ്യ ദിവസങ്ങളിലും സർക്കാർ തിരച്ചിലിൽ അലംഭാവം കാണിച്ചു. കുടുംബം ആവശ്യപ്പെട്ട പ്രകാരം മത്സ്യത്തൊഴിലാളികളെ ചേർത്തുള്ള തിരച്ചിലും നേവിയുടെ അടക്കം സഹായം തേടുന്ന നടപടിയും ആദ്യഘട്ടത്തിൽ ഉണ്ടായില്ല. പിന്നാലെ പ്രതിപക്ഷ പാർട്ടികളും കുടുംബവും പ്രതിഷേധ സ്വരങ്ങൾ ഉയർത്തിയതോടെയാണ് കാര്യക്ഷമമായ തിരച്ചിൽ തുടങ്ങിയത്. ജോണിന്റെ കുടുംബം ആവശ്യപ്പെട്ട പ്രകാരം തിരച്ചിൽ രാമേശ്വരം തീരത്തേക്ക് നീക്കിയത് ഇക്കഴിഞ്ഞ ദിവസം. തമിഴ്നാട് തീരത്താണ് ഇന്നും കോസ്റ്റ് ഗാർഡിന്റെയും ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെയും നേതൃത്വത്തിലുള്ള തിരച്ചിൽ നടക്കുക. മുതലപ്പുഴയിൽ കാണാതായ ഷിജിനായുള്ള തിരച്ചിലും പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നേവിയുടെ സഹായത്തോടെ മുങ്ങൽ വിദഗ്ധരെ എത്തിച്ചെങ്കിലും ഷിജിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മുതലപ്പുഴയിൽ പുലിമുട്ട് ഭാഗത്തെ ടെട്രാപോഡുകൾക്കിടയിലും കല്ലുകൾക്കിടയിലുമാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത്. കൂടാതെ ഇരു സ്ഥലത്തും മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിലും സ്വന്തം നിലയ്ക്കും തിരച്ചിൽ നടത്തുന്നുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.